ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാഗണപതേ നമ. ഓം ദം ദുർഗായേ നമ. ശ്രീമദ്ദേവി മഹാഭാഗവതം 3-ാം സ്കന്ധം 13-ാം അധ്യായം. അംബായജ്ഞാനുഷ്ഠാനം. ജനമേജയൻ: ജഗത്കാരണനാം വിഷ്ണു ഭഗവാൻ ഹരിയെങ്ങനെ യജ്ഞം നടത്തി പണ്ടെന്നു കഥിക്കുക പിതാമഹ. സഹായമാരൊക്കെയുണ്ടായി വേദതത്വജ്ഞരാം ദ്വിജർ, ആരൊക്കെയാ യജ്ഞകർമ്മം ചെയ്യാനുണ്ടായി മഹാമതേ. വിഷ്ണുവാൽ കൃതമാമംബ യജ്ഞത്തിൻ വിവരങ്ങൾ ഞാൻ ശ്രദ്ധാപൂർവം കേട്ടു, പിന്നെ ചെയ്യാം യാഗം യഥാവിധി. വ്യാസൻ: രാജൻ, ശ്രീ വിഷ്ണു ഭഗവാൻ വിധി പോൽ ചെയ്തൊരാമഖം പരമാത്ഭുതമങ്ങുന്നു കേട്ടുകൊള്ളുക സവിസ്തരം. ആ 3 ശക്തികളെയും നൽകി ദേവിയയക്കവേ, പുമാന്മാരായി വിമാനത്തിലേറി വിഷ്ണു വിധീശ്വരർ മഹാർണവത്തിൽ ചെന്നെത്തി. ആ 3 സുരമുഖ്യരും സൃഷ്ടിച്ചു ധരയെ, പിന്നെ സ്ഥാനം നിർമ്മിച്ചു വാഴുവാൻ. സ്ഥിരയാമാധാരശക്തി ദേവി നൽകുകയാൽ ധര നിന്നാൾ തഥാധാരയായിട്ടെന്നും മേധസ്സൊടൊത്തവൾ. മധുകൈടഭമേധസ്സിൻ ചേർച്ചയാലവൾ മേദിനി, ധാരണത്താൽ ധരയുമായി വിസ്താരം കൊണ്ടു പൃഥ്വിയായി, വലുപ്പം കൊണ്ടു മഹിയായി, ധൃതയായി ശേഷനാലവൾ പലകക്കഷണത്തിന്മേലാണിവയ്ക്കുന്ന മാതിരി. ധാരണാർത്ഥമുറപ്പിച്ചിതദ്രിതൻ നിരഭൂമിമേൽ ചൊല്ലുന്നിതതിനാലദ്രിതന്നെ ഭൂതരമായി ബുധർ. സുവർണമയമാം മേരു ബഹുയോജന വിസ്തൃതം രത്നശൃംഗങ്ങളോടൊത്തു നിർമ്മിച്ചു പരമാദ്ഭുതം. മരീചിയത്രി പുലഹൻ പുലസ്ത്യൻ നാരദൻ ക്രുതു ദക്ഷൻ വസിഷ്ഠൻ തൊട്ടോരെ വിധി സൃഷ്ടിച്ചു മക്കളായി. മരീചി പുത്രനായുണ്ടായി കശ്യപൻ ദക്ഷകന്യമാർ 13 ജാതന്മാരായി ദേവാസുരാദികൾ. തുടങ്ങി പിന്നെ സൃഷ്ടിക്കാൻ കശ്യപൻ പല മട്ടിലും മനുഷ്യ പശു സർപ്പാദി നാനാഭേദങ്ങളോടുമായി. ബ്രഹ്മാവിന്മേയ്പാദിയിൽ നിന്നുണ്ടായി സ്വയംഭുവൻ മനു, വാമഭാഗത്തിൽ നിന്നുണ്ടായി നാരിയാം ശതരൂപയും. അവൾ തൻ മക്കളുത്താനപാദൻ, പിന്നെ പ്രിയവ്രതൻ, അതിസുന്ദരിമാരായിട്ടുണ്ടായി പെൺമക്കൾ 3. സൃഷ്ടിയേവം ചെയ്ത ശേഷം ഭഗവാൻ കമലോദ്ഭവൻ ഉണ്ടാക്കി മേരു ശൃംഗത്തിൽ ബ്രഹ്മലോകം മനോഹരം. നിർമ്മിച്ചു വിഷ്ണു ഭഗവാൻ രമ്യം വൈകുണ്ഠമുത്തമം, ലോകങ്ങൾക്കൊക്കെയും മീതെ ലക്ഷ്മീദേവീ പ്രിയങ്കരം. നിർമ്മിച്ചു ദിവ്യമാം സ്ഥാനം കൈലാസാഖ്യം മഹാശിവൻ, ഭൂതസംഘത്തെയും സൃഷ്ടിച്ചിഷ്ടപ്പടി സുഖിച്ചുതേ. കൽപ്പിച്ചു മേരു ശിഖിരത്തിന്മേൽ സ്വർഗം ത്രിവിഷ്ടഭം, നാനാരത്നങ്ങളാൽ മിന്നും സുരേന്ദ്രൻ തന്റെ പത്തനം. പാലാഴി മഥനത്തിങ്കൽ ശ്രേഷ്ഠമാം കൽപ്പവൃക്ഷവും, 4 കൊമ്പനാനയും കാമദാത്രിയാം കാമധേനുവും,
ഉച്ചൈശ്രവസാംഭയവും രംഭാദികളുമങ്ങനെ ഉണ്ടായ പലതും കൊണ്ടു ചമയിച്ചു ദിവം ഹരി. പാലാഴിയിങ്കൽ നിന്നുണ്ടായി ധന്വന്തരിയുമിന്ദുവും വിരാജിച്ചാർ വിണ്ണിലവർ നാനാഗണസമന്വിതം. സുരരായി നരരായി തിര്യക്കുകളായി മൂന്നു മട്ടിലും സൃഷ്ടിയുണ്ടായി വിവിധ ഭോഗങ്ങളൊത്തു നൃപോത്തമാ. പെറ്റും വേർപ്പിങ്കലും മുട്ടയിട്ടും പൊട്ടിമുളച്ചുമായി ഉണ്ടായി നാലുതരം ജീവസമൂഹം കർമ്മബദ്ധമായി. ഈ മട്ടു വിശ്വമുണ്ടാക്കി വിധി വിഷ്ണു മഹേശ്വരർ സ്വസ്ഥാനങ്ങളിൽ അവർ വിഹരിച്ചാർ യഥാരുചി. ഏവം നടക്കവേ സൃഷ്ടി ഭഗവാനച്യുതൻ ഹരി ക്രീഡിച്ചു തൻ പത്തനത്തിൽ മഹാലക്ഷ്മി സമേതനായി. വൈകുണ്ഠത്തിലിരിക്കെ ശ്രീ വിഷ്ണു വന്നൊരു നാൾ സ്വയം സ്മരിച്ചാനസുധാ സിന്ധുദീപം രത്നവിഭൂഷിതം. ആ മഹാമായയെ കണ്ടു ശുഭമന്ത്രം ലഭിച്ചതും അപ്പരാശക്തി തൻ മുമ്പിൽ നാരീഭാവം ഗമിച്ചതും. എല്ലാമോർത്തംബികായജ്ഞത്തിനുറച്ചൂരമാധവൻ ശിവൻ ബ്രഹ്മാവു വരുണൻ ശക്രൻ പാവകനന്ദകൻ വസിഷ്ഠൻ കശ്യപൻ ദക്ഷൻ വാമദേവൻ ബൃഹസ്പതി ഇവരേവരെയും ചെന്നു വിളിച്ചു ഗരുഡധ്വജൻ. സവിസ്തരമൊരു കൂട്ടി യജ്ഞസംഭാരമൊക്കെയും മഹാവിഭവസമ്പൂർണം സാത്വികം സുമനോഹരം. തീർപ്പിച്ചു മണ്ഡപം ശില്പീന്ദ്രരെ കൊണ്ടതിവിസ്തൃതം വരിച്ചാനിരുപത്തേഴു യാചകന്മാരെയും ഹരി. ചിതി തീർപ്പിച്ചു വലുതാം യജ്ഞവേദികളും തഥാ മുഴക്കി ദേവീ മന്ത്രങ്ങൾ വിപ്രന്മാർ ബീജപൂർവകം. ഹോമിച്ചു വിധി പോൽ ഹോമ വന്നീങ്കൽ ഹവിസ്സവർ സവിസ്തരം ഹോമമേവം നടക്കേ കെട്ടു സുന്ദരം. അശരീരി വജസ്സേവം വിഷ്ണുവോടരുൾ ചെയ്വതായി. വിഷ്ണോ ഭവിക്ക നീ ദേവന്മാരിലെന്നും പ്രധാനിയായി. മാന്യനായി പൂജ്യതമനായി സമർത്ഥന്മാരിൽ മുമ്പനായി. ബ്രഹ്മാദിദേവന്മാരെല്ലാം അങ്ങയെ പൂജ ചെയ്തിടും. മന്നിലെങ്ങും മാനവന്മാർ നിന്റെ ഭക്തരുമായി വരും. മർത്യർക്കെല്ലാം വരം നൽകും ദേവനായും നീ ഭവിച്ചിടും. ദേവന്മാർക്കൊക്കെ നീ കാമപ്രദനാമീശനായി വരും. യാഗത്തിൽ നീ യാജ്ഞികർക്കു മുഖ്യനായി പൂജ്യനായി വരും. ജനങ്ങൾ നിന്നെ പൂജിക്കും അങ്ങോ വരദനായി വരും. ആശ്രയിക്കും ദൈത്യപീഡയേറ്റ വാനവരങ്ങയെ. നൽകുമങ്ങൊന്നു ശരണമേവർക്കും പുരുഷോത്തമാ. എല്ലാ പുരാണങ്ങളിലും ബൃഹത്താം വേദമേതിലും സർവസമ്പൂജ്യനങ്ങെന്ന പുകളും സംഭവിച്ചിടും. ധർമ്മത്തിൻ കോട്ടമെപ്പോൾ മന്നിടത്തിൽ ഭവിക്കുമോ. ധർമ്മം കാക്കാനപ്പോഴപ്പോൾ അംശം കൊണ്ടു ജനിക്ക നീ. പുകളേറുന്ന നിന്നംശാവതാരങ്ങളശേഷവും മാനനീയങ്ങളായിത്തീരും സജ്ജനങ്ങൾക്കു ഭൂമിയിൽ. നാനായോനിയിലുണ്ടായി
സർവാവതാരങ്ങളിലും ഭവാൻ മുപ്പാരിലും കേളി കേട്ടോനായി ഭവിക്കും ജനാർദ്ദന. സഹചാരിണിയായങ്ങേ കവതാരത്തിലേതിലും ഭവിക്കുമെന്നംശക്തി സർവകാമപ്രദാത്രിയായി. നാനായുധങ്ങളും നാനാ ഭൂഷയും ശുഭവേഷവും വാരാഹി നാരസിംഹീതി നാനാഭേദത്തൊടും ഹരേ. അവരോടൊത്തു നീ വിഷ്ണു ദേവകാര്യമശേഷവും സാധിപ്പിക്കുക ഞാനേകും വരത്തിൻ പ്രാഭവത്തിനാൽ. ഗർവലേശം കൊണ്ടുമവർ കണയ്ക്കൊല്ല വെറുപ്പു നീ മാനിച്ചവരെ അർച്ചിക്ക പണിപ്പെട്ടും യഥാവിധി. നൂനം ഭാരതഖണ്ഡത്തിൽ ബിംബാദികളിലായി നരർ പൂജിക്കില ശക്തികളേകീടും സർവാഭിലാഷവും. ഭൂമണ്ഡലത്തിലും സപ്തദീപങ്ങളിലുമൊന്നുപോൽ അവർക്കുമങ്ങേക്കുമുള്ള കേളി പൊങ്ങും സുരേശ്വര. അവരെയും നിന്നെയും ഭൂമണ്ഡലം തന്നിൽ മാനവർ അർച്ചിക്കും വാഞ്ചിതാർത്ഥങ്ങൾ നേടുവാൻ സതതം ഹരേ. നാനാദ്രവ്യങ്ങളും വേദമന്ത്രനാമജപങ്ങളും കൊണ്ടോരോ കാര്യസിദ്ധിക്കായി പൂജിക്കും മർത്യർ നിങ്ങളെ. ഭൂവിലും വിണ്ണിലും പാതാളത്തിലും മധുസൂദന നിൻകേളി ദേവദേവേശ പെരുകും മർത്യപൂജയാൽ. വ്യാസൻ ഏവം വരങ്ങളും നൽകി നിലച്ചിത ശരീരിണി. അതു കേട്ടിട്ടെന്ന വണ്ണം ഭഗവാൻ പ്രീതചിത്തനായി വിധിപൂർവം മുഴുപ്പിച്ചു യജ്ഞം സുരജനത്തെയും മരീചി തൊട്ടുള്ളോരെയും അയച്ചു ഗരുഡോപരി. അണഞ്ഞു വൈകുണ്ഠലോകം ഭൃത്യരോടൊത്തു മാധവൻ താൻ താങ്ങൾ തൻ വാസഗേഹം അണഞ്ഞാർ സുരരും തഥാ. വിസ്മയപ്രദമാവാർത്ത തമ്മിലോരോന്നു ചൊല്ലിയും മോദിച്ചും മുനിമാരും പോയി സ്വസ്വപുണ്യാശ്രമങ്ങളിൽ. ഇമ്പം കാതിനരുളും അധിക സ്പഷ്ടമാം വ്യോമവാക്യം കേട്ടിട്ടുണ്ടായി ഭഗവതിയിലെല്ലാവർക്കും ഭക്തിഭാവം. വിപ്രന്മാരും മുനിനിവഹവും ഭക്തിയോടൊത്തു ചെയ്താർ വേദപ്രോക്തം നിഖില ഫലദം ദേവിതൻ പൂജനിത്യം. 13-ാം അധ്യായം സമാപ്തം. അമ്മേ നാരായണ. ഓം ശ്രീമാത്രേ നമഃ. 14-ാം അധ്യായം സുദർശനോൽപത്തി. ജനമേജയൻ കേട്ടേൻ ശ്രീഹരി ചെയ്തുള്ളൊരംബായജ്ഞം സവിസ്തരം. ദേവീ മാഹാത്മ്യവും ഇനി വിസ്തരിക്ക മുനീശ്വര. ദേവീ ചരിതവും കേട്ടു ചെയ്വൻ ഞാൻ ശ്രേഷ്ഠമാം മഖം. നിൻ പ്രസാദം കൊണ്ടു പാപം തീർന്നോനാവട്ടെ ഞാൻ മുനേ. വ്യാസൻ കേൾക്കരാജൻ കഥിപ്പൻ ഞാൻ ദേവീ ചരിതമുത്തമം. സവിസ്തരം കഥിപ്പൻ ഞാൻ ഇതിഹാസ പുരാണവും. പണ്ടുണ്ടായി കോസലം തന്നിൽ ധ്രുവസന്ധി നൃപാലകൻ. മഹാതേജസ്വിയായി സൂര്യവംശജൻ പുഷ്പപുത്രനായി. സത്യധർമ്മങ്ങളും വർണ്ണാശ്രമനിഷ്ഠയുമൊത്തവൻ. ശുചിവ്രതൻ നാടുവാണാൻ
ഉരപൊങ്ങുമയോധ്യയിൽ. വിപ്രന്മാരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രജാതിയും സ്വസ്വവൃത്തിയിലേർപ്പെട്ടു ചരിച്ചാർ ധർമ്മമേവരും. കള്ളന്മാരില്ല, ധൂർത്തന്മാരില്ല, അഹങ്കാരി മൂർഖരും കൃതജ്ഞരും നാട്ടിലില്ല, ലുബ്ധന്മാരാം മനുഷ്യരും. നാടേവം വാണൊരഭൂവനുണ്ടായിരുപത്നിമാർ രൂപസമ്പത്തിയെന്നോരായി കാമഭോഗതമാർകളായി. സമർത്ഥയാമാദ്യ പത്നി അഴകോലും മനോരമ, രണ്ടാമത്തെ പത്നി ലീലാവതിയും ബഹുസുന്ദരി. ക്രീഡിച്ചാൻ പത്നിമാരൊത്തു ഗൃഹാരാമത്തിലും തഥാ മെട്ടിലും മേടകളിലും നീർച്ചോലകളിലും നൃപൻ. പെറ്റാൾ നൽപുത്രനെയൊരു നല്ല നാളായി മനോരമ, രാജലക്ഷണ സമ്പന്നൻ അവൻ തൻ പേർ സുദർശനൻ. മാസമൊന്നു കഴിഞ്ഞപ്പോൾ അഴകൊറ്റൊരു പുത്രനെ പെറ്റാൾ നല്ലൊരു നാളായിട്ടാ ലീലാവതിയും തഥാ. മക്കളുണ്ടായ മോദത്താൽ ജാതകർമാദിയനൃപൻ രണ്ടുപേർക്കും ചെയ്തു ഭൂരിവിത്തം വിപ്രർക്കു നൽകിനാൻ. രണ്ടു പുത്രരിലും പ്രീതിയൊപ്പമായി വെച്ചു മന്നവൻ, കാട്ടിയിൽ അവനെന്നെന്നും സ്നേഹത്തിൽ തെല്ലുമന്തരം. ചൗളം നടത്തിച്ചു പിന്നെ അവർക്കു വിധി പോലവേ, പ്രൗഢിക്കൊത്ത വിധം പ്രീതിയോടും ഭൂപൻ പരന്തപൻ. ചൗളക്രിയ കഴിഞ്ഞുള്ളൊരബാലർ നൃപമാനസം കവർന്നു നാട്ടാർക്കാമോദം നൽകി സുന്ദരലീലയാൽ. സുദർശനൻ ജ്യേഷ്ഠപുത്രൻ, പക്ഷേ ലീലാവതീസുതൻ ശത്രുജിത്തെന്ന പേരാണ്ടോൻ നല്ല വാചാലനായവൻ. പ്രീതിപ്പെടുത്തി നൃപനെ ചാരുദർശനനാമവൻ, വളർത്തി നൽപ്രിയം മന്ത്രിമാരിലും നാട്ടുകാരിലും. അതിനാൽ അവനിൽ പ്രീതിയൊട്ടൊട്ടേറി നൃപാലനും, സുദർശനങ്കലത്രയ്ക്കും ഭാഗ്യക്കേടാൽ കുറഞ്ഞുപോയി. ഒട്ടുകാലം കഴിഞ്ഞപ്പോൾ ഒരു നാൾ മൃഗയാർത്ഥമായി കാട്ടിലേക്കു പുറപ്പെട്ടാൻ ധ്രുവസന്ധി നൃപൻ മുതാ. മുയൽ, വാൾപുലി, പോത്താന, കരിമാനാര്യമാനുകൾ, പന്നിയെട്ടടിമാനേവം കൊന്നും കൊണ്ടാ നൃപോത്തമൻ. ആഘോരതര കാന്താരത്തിങ്കൽ ചുറ്റിക്കറങ്ങവേ കോപിച്ചു ചാടിനാൻ വള്ളിക്കെട്ടിൽ നിന്നൊരു കേസരി. നൃപൻ തന്നമ്പുപോയി മെയ്യിൽ തറച്ചതികരുഷ്ടനായി, നേരിലാ നൃപനെ കണ്ടിട്ടിടിനാദം മുഴക്കിനാൻ. പൊക്കിപ്പിടിച്ചു വാൽക്കൂറ്റൻ സടയൊന്നു കുടഞ്ഞവൻ, കുതിച്ചു ചാടിമേൽ പോട്ടാ ഭൂപനെ കൊല്ലുവാൻ രുഷാ. ചാട്ടം കണ്ടുടനഭൂപൻ ഊരിയ വാളുമായി, ഇടംകൈയിൽ ചർമ്മവുമായി നിന്നാൻ സിംഹപരാക്രമി. രോഷാകുലന്മാരായി രാജഭൃത്യന്മാരേവരും തഥാ കൂരമ്പിൻ നിരവെവ്വേറെ തൂകി സിംഹോപരിദ്രുതം. ശരവർഷത്തൊടിട ചേർന്നുണ്ടായി ഹാഹാരവങ്ങളും, ചാടി വീണാൻ നൃപൻ തന്മേൽ ഘോരനാം സിംഹവും തഥാ. ചാടി വീഴുന്നതും നോക്കി വെട്ടിനാൻ വാളിനാൽ നൃപൻ, മാന്തിപ്പൊളിച്ചാൻ നൃപനെ സിംഹം കൂർത്ത നഖങ്ങളാൽ. നഖങ്ങളേറ്റു ഭൂപാലൻ വീണു ചത്തു നിലത്തുടൻ, അവൻ തൻ പടവാ വിട്ടു പൊഴിച്ചു ശരമാരിയും. മരിച്ചു സിംഹവും തത്ര, രാജാവും ഗതജീവനായി. പരിവാരങ്ങൾ ചെന്നോതി മന്ത്രിമാരോടു വാർത്തകൾ. ഭൂപൻ മരിച്ചതായി കേട്ട
മന്ത്രി സത്തമരാമവർ അങ്ങു ചെന്നാശു ചെയ്യിച്ചാർ സംസ്കാരം വനസീമയിൽ. ഔർധ്വദേഹികമാം കർമ്മം വസിഷ്ഠൻ വിധിപൂർവകം ചെയ്യിച്ചാൻ പരലോകത്തിൽ സുഖമുണ്ടാക്കിടും വിധം. നാട്ടുകാരും പ്രജകളും മഹാമുനി വസിഷ്ഠനും സുദർശനെ വാഴിക്കാൻ മന്ത്രിച്ചാർ തങ്ങൾ തങ്ങളിൽ. ധർമ്മപത്നി സുതനിവൻ ശാന്തൻ ലക്ഷണമൊത്തവൻ മന്ത്രി മുഖ്യന്മാരുരച്ചാൻ ഇവനാണർഹനായവൻ. വസിഷ്ഠനും സമ്മതിച്ചു യോഗ്യനാണീ നൃപാത്മജൻ ബാലനാണെങ്കിലും ഇവൻ ധർമ്മിഷ്ഠൻ രാജ്യയോഗ്യനും. ഏവം തങ്ങളിൽ മന്ത്രിക്കെ യുധാജിത്തെന്ന മന്നവൻ വൃത്താന്തം കേട്ടു തരസാ വന്നാനുജ്ജയിനീപതി. ജാമാതാവിൻ മൃത്യു കേട്ടു ദൗഹിത്രൻ തൻ ഗുണത്തിനായി വന്നണഞ്ഞിതവൻ ലീലാവതി തൻ താതനായവൻ. സുദർശനന്റെ ഹിതമോർത്തണഞ്ഞാൻ വീരസേനനും മനോരമയ്ക്കച്ഛനായോൻ കലിംഗാധിപനാം നൃപൻ. ആ രണ്ടുപേരും പടയും കൂട്ടിപ്പോന്നിതു ഭീതിയാൽ മന്ത്രി മുഖ്യരുമായി പിന്നെ മന്ത്രിച്ചാർ രാജ്യലോഭികൾ. യുധാജിത്താശു ചോദിച്ചാൻ ഇവരിൽ ജ്യേഷ്ഠനാരുവാൻ. നാടുവാഴേണ്ടവൻ ജ്യേഷ്ഠൻ ഇളയോനല്ലൊരിക്കലും. വീരസേനൻ ചൊന്നു ധർമ്മപത്നിതൻ സുതനാണിവൻ. ശാസ്ത്രജ്ഞർ ചൊന്നറിഞ്ഞേൻ ഞാനിവൻ താനർഹനെന്നതായി. വീണ്ടും യുധാജിത്തു ചൊന്നാൻ ഗുണത്താൽ ജ്യേഷ്ഠനാണിവൻ. രാജലക്ഷണമുള്ളോനുമേവമല്ല സുദർശനൻ. മുഴുത്തു തർക്കമീ മട്ടിൽ ലോഭത്താൽ അവർ തങ്ങളിൽ. അത്യാപത്തിതിങ്കൽ ശങ്ക തീർക്കാനാർക്കിഹ സാധ്യമാം. മന്ത്രിമാരോടോതിയുധാജിത്തേവം സ്വാർത്ഥശക്തിയാൽ സുദർശനെ വാഴിച്ചു പണം തട്ടാൻ കൊതിക്കയോ. ഭാവങ്ങളാൽ അറിഞ്ഞേൻ ഞാൻ നിങ്ങൾ തൻ ചിന്തയൊക്കെയും. ഊക്കേറും ശത്രുജിത്തിനു വാഴാനർഹനവൻ തഥാ. സേനാബലം ഗുണമിവ കൊണ്ടീ ജ്യേഷ്ഠനെ വിട്ടൻ. ഞാനിരിക്കെ കനിയാനെ വാഴിക്കാനായൊരുങ്ങുവോൻ. യുദ്ധം നടത്തും ഞാൻ നൂനം അതിലെൻ ഖഡ്ഗധാരയാൽ. പിളർക്കും ഭൂമി രണ്ടായി ഞാൻ നിങ്ങളോ പിന്നെ എന്തുവാൻ. ഇതു കേട്ടു യുധാജിത്തോടുരച്ചാൻ വീരസേനനും മതിമൻ ഭേദമെന്താണി ബാലന്മാർ തുല്യബുദ്ധികൾ. ഏവം വാഗ്വാദമന്യോന്യം രണ്ടുപേരും നടത്തവേ ആദിയാലവശന്മാരായി നാട്ടുകാരും ഋഷീന്ദ്രരും. വൻപടക്കൊപ്പുമായി തത്ര വന്നാർ സാമന്തഭൂപരും. സാഹസക്കൊതിയും യുദ്ധപ്രിയവും കൊണ്ടതന്ത്രിതർ. ശൃംഗവേരപുരത്തിങ്കൽ നിന്നുമെത്തി നിഷാദരും. രാജാവിൻ ചരമം കേട്ടു ധനം കൊള്ളയടിക്കുവാൻ. പ്രായമാവാത്ത പുത്രന്മാർ യുദ്ധമാസന്നമിങ്ങനെ കേട്ടുകൊള്ളക്കാരുമെത്തി ഓരോ ദേശത്തിൽ നിന്നുമായി. കൊടുമ്പിരി കൊണ്ടു തർക്കം സമ്മർദ്ദം ശക്തിയായി പരം. യുധാജിത്തും വീരസേനൻ താനും പോരിനൊരുങ്ങിനാർ. 14-ാം അധ്യായം സമാപ്തം. ഓം ശ്രീ മാത്രേ നമഃ. ഓം ശ്രീ ജഗദംബായേ നമഃ.